നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഒരു കാര്യം +1 ഹിസ്റ്ററിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, അതായത് അഡീഷണൽ ടെക്സ്റ്റിൽ വരുന്ന ആദ്യത്തെ പാഠം കൂടിയാണ് ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ട് നോക്കി വെക്കേണ്ട കുറച്ച് വൺ വേർഡ്സ് ഉണ്ട്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, അപ്പോൾ കുറച്ച് വൺ വേർഡ്സേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വൺ വേർഡ്സ് നിങ്ങൾ ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞവരാണെങ്കിൽ കൂടി ഈ വൺ വേർഡ്സ് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, കാരണം ഇനി വരുന്ന എക്സാംസിനൊക്കെ അത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച് വെക്കേണ്ടത് തന്നെയാണ്. പിന്നെ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൻ്റെയും അതുപോലെ തന്നെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെയും രണ്ട് ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് ഒരു പ്ലേലിസ്റ്റാക്കി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കയറി കണ്ട് നോക്കുക. ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാൻ ആവശ്യമുണ്ട്, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ വൺ വേർഡ്സ് മാത്രം ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ഇതിൽ ആദ്യമേ തന്നെ നോക്കേണ്ട വൺ വേർഡാണ് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതിയത് ആരാണ്? ചാൾസ് ഡാർവിനാണ് അല്ലേ? ചാൾസ് ഡാർവിൻ്റെ ബുക്കാണ് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിനോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോവിനൊക്കെ വരാറുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത് നമ്മൾ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്, എവല്യൂഷൻ ഓഫ് മാൻ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ചെയ്തിട്ടുള്ള ക്ലാസ്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു എസ്സേ ചോദ്യമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതറിയാത്തവരാണെങ്കിൽ ഒന്ന് കയറി ആ ക്ലാസ് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അത് നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മനുഷ്യന്മാരെങ്ങനെയാണ് ഉത്ഭവിച്ച് വന്നത് ആ ഒരു കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. പല ഘട്ടങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആരെയൊക്കെ പറ്റി പറയുന്നുണ്ട്? പ്രിമേറ്റ്സിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ? പ്രിമേറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹോമിനോയിഡ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഹോമിനിഡ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഓസ്ട്രലോപിത്തക്കാസും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹോമോയും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഈ പല ഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യന്മാർ ഇന്ന് കാണുന്ന ഹോമോസാപ്പിയൻസായിട്ട് അവസാനം എവല്യൂഷൻ നടന്നു വന്നത് അല്ലേ? അപ്പോൾ ഈ പ്രിമേറ്റ്സിൻ്റെ സവിശേഷതകൾ എന്താണ്, ഇങ്ങനെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് വൺ വേർഡ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഏത് വേണോ നമുക്ക് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ പ്രിമേറ്റ്സിന് പറയുമ്പോൾ ബോഡി ഹെയർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ബോഡി ഹെയർ പ്രത്യേകതയായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ പ്രിമേറ്റ്സ് ആണ് നമുക്ക് ഉത്തരം വരിക. അതുപോലെ നമുക്ക് വൺ വേർഡായിട്ട് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു എസ്സേ കംപ്ലീറ്റ്ലി നിങ്ങൾ 8 മാർക്കിന് കണക്കാക്കി പഠിക്കുന്ന ടൈമിൽ തന്നെ ആ വൺ വേർഡ്സ് ഇതിനകത്തുനിന്ന് വരുന്ന വൺ വേർഡ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അല്ലാണ്ട് സെപ്പറേറ്റ്ലി എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഓസ്ട്രലോപിത്തക്കസിനെ നമ്മൾ അത് അറിയപ്പെടുന്ന എന്താണ്? സദേൺ ആപ്പ് എന്നാണ് അറിയപ്പെടുക അല്ലേ? അതായത് തെക്ക് ദേശത്തെ വാനരന്മാരെന്നാണ് ഓസ്ട്രലോപിത്തക്കസിനെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, സോ അത് പ്രത്യേകിച്ച് എടുത്ത് വൺ വേർഡായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു സെൻറ്റൻസാണ്. ലാറ്റിൻ വേർഡ് ഹോമോ മീൻസ് മാൻ. അതായത് ഹോമോ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ പദമാണ്, ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം എന്നതാണ്? മാൻ, മനുഷ്യനെന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അതും നമുക്ക് വൺ വേർഡായിട്ട് സെപ്പറേറ്റ്ലി ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ കാണിച്ച പോലെ ഓരോ പ്രിമേറ്റ്സിൻ്റെയും ഓസ്ട്രലോപിത്തക്കസ് ഓരോ വർഗ്ഗത്തിൻ്റെയും സവിശേഷതകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് വൺ വേർഡ് ചോദിക്കാം. അതല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ ഈ രണ്ട് ചോദ്യം എസ്പെഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ടതാണ്. ഓക്കെ, ദെൻ ഈ ഒരു ബോക്സ് കാണുന്നുണ്ടായിരിക്കുമല്ലോ, ഹോമോ ഹെബിലസും ഹോമോ എറക്റ്റസും ഹോമോ സാപ്പിയൻസ്. ഇത് പലപ്പോഴും മാച്ച് ദ ഫോളോവിങ്ങിനൊക്കെ വരാറുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഹോമോ ഹെബിലസ് എന്ന് പറയുമ്പോൾ ടൂൾ മേക്കേഴ്സാണ്, അതായത് ഈ ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്നവരായിരുന്നു. ഹോമോ എറക്റ്റസ് അപ്രൈറ്റ് മാനാണ്, നിവർന്ന് നടക്കാൻ കഴിയുന്ന മനുഷ്യന്മാരാണ് ഹോമോ എറക്റ്റസ് എന്ന് പറയുന്നത്. ഹോമോ സാപ്പിയൻസ് അല്ലേ, ഇപ്പോൾ ഉള്ളതുപോലെ അല്ലേ, വൈസ് ഓർ തിങ്കിങ് മാൻ അല്ലേ, ചിന്താശേഷിയുള്ള മനുഷ്യന്മാരാണ് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നമുക്ക് അങ്ങനെ മാച്ച് ദ ഫോളോവിങ്ങിട്ടൊക്കെ പ്രത്യേകിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. ഓക്കെ, പിന്നെ നമുക്ക് വൺ വേർഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇതെവിടെ ഈ ഒരു കാര്യം കണ്ടായിരുന്നു, ലസററ്റ് ക്യാവ് ഇൻ ഫ്രാൻസ്. ഈ ലസററ്റ് ക്യാവ് എവിടെയാണെന്ന് ചോദിക്കാം. ഫ്രാൻസിലാണ് വരുന്നത് ലസററ്റ് ഗുഹ. ഓക്കെ, ഒരു ഗുഹയാണ് കേട്ടോ. അന്ന് അവർ ഷെൽട്ടറായിട്ട് യൂസ് ചെയ്ത ഒരു ഗുഹ. ഓക്കെ, കേവാണ് ലസററ്റ് എന്ന് പറയുന്നത്. അതെവിടെയാണ്? ഫ്രാൻസിലാണ് വരുന്നത്. ഓക്കെ, ഫ്രാൻസിലെ ലസററ്റ് ക്യാവ്, അത് നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ അത് മാത്രമല്ല, വേറെയും കുറച്ച് ഗുഹകളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ലാസ്കോക്സ് ആൻഡ് ചാവറ്റിൻ
ഫ്രാൻസിൽ തന്നെയുള്ള ലാസ്കോക്സും ചാവറ്റും. ഓക്കെ, അപ്പോൾ അവിടെ നിന്നൊക്കെ ഈ ഗുഹാചിത്രങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലാസ്കോക്സും ചാവറ്റും എവിടെയാണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഫ്രാൻസിൽ തന്നെയാണ് അതിൻ്റെയും പ്ലേസ് വരുന്നത്. അതുപോലെ അൾത്താമീര, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അത് പലപ്പോഴും വൺവേർഡ് ചോദിക്കുന്നതാണ്. അൾത്താമീര അതും ഒരു ഗുഹയാണ്. അത് എവിടെയാണ് വരുന്നത്? സ്പെയിനിലാണ് വരുന്നത്. ഓക്കെ, ദെൻ ഓൾസോ ഇതൊക്കെ എന്താക്കും, നമുക്ക് മാപ്പിനും ഒക്കെ വരയ്ക്കാൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അന്നേരം നമ്മൾ ഈ ഫ്രാൻസും സ്പെയിനും ഒക്കെയാണ് മാർക്ക് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാണിച്ച അത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. എവിടെ ഇപ്പോൾ ഫ്രാൻസിലുള്ള ലാസ്കോക്സും ചാവറ്റും, അതുപോലെ തന്നെ സ്പെയിനിലുള്ള അൾത്താമീര. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കി വയ്ക്കുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു വൺ വേർഡിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയാനായിട്ട്. ബാക്കിയൊക്കെ തിയറി പോർഷൻസ് ആണ്. ആൻഡ് അത് ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു പാഠമാണ്. ആരെങ്കിലും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് എടുത്ത് കണ്ടൊന്ന് പഠിച്ച് നോക്കുക. ഒരു 3 പാർട്ട് വീഡിയോസായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ക്ലാസ് ഇട്ടിട്ടുള്ളത്. ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടാണ് കേട്ടോ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ചാപ്റ്റർ രണ്ടാമത്തെ പാഠത്തിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ അത് ആ ഒരു പ്ലേലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത ചാപ്റ്റേഴ്സൊക്കെ ചെയ്യാത്തത് ഇപ്പം ജസ്റ്റ് നിങ്ങൾ പഠിച്ച് തുടങ്ങിയിട്ടല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഒന്നും വീഡിയോ ചെയ്യാത്തത്. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഹിസ്റ്ററി മാത്രമല്ല, വേറെയും വിഷയങ്ങൾ ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പൊളിറ്റിക്സും എക്കണോമിക്സും സോഷ്യോളജിയും ഒക്കെ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ടൈപ്പ് ഓഫ് ക്ലാസ്സസ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അതനുസരിച്ച് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, പഠിക്കുക. ഓക്കെ.